ഹായ് ഗൈസ്, എല്ലാവർക്കും ഗെറ്റ് റിസൾട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. റിയൽമി 2 ഇറങ്ങിയ സമയത്ത് റിയൽമി 2 പ്രോ ഉടനെ തന്നെ വരാൻ പോകുന്നു എന്നൊരു ചെറിയൊരു സൂചന റിയൽമി കമ്പനി നമുക്ക് നൽകിയിരുന്നു. അതെ, ഈ മാസം സെപ്റ്റംബറിൽ റിയൽമി 2 പ്രോ എത്താൻ പോവുകയാണ്. ഇത്തവണ റിയൽമി 2 പ്രോ ഒരുപാട് കമ്പനികൾക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും. ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് റിയൽമി 2 പ്രോയുടെ ഡിസ്പ്ലേ, പ്രോസസ്സർ, ക്യാമറ, പ്രൈസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഒപ്പം നമുക്ക് റിയൽമി 2യുടെ ലോഞ്ച് ഡേറ്റും എന്താണെന്നറിയാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. റിയൽമി 2 നമ്മൾ വിചാരിച്ച പ്രൈസ് സെഗ്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഹോണർ, ഷവോമി തുടങ്ങിയ ഒരുപാട് കമ്പനികൾക്ക് അത് വലിയൊരു തിരിച്ചടിയായിരിക്കും. റിയൽമി 2 ലോഞ്ച് ചെയ്ത സമയത്ത് എല്ലാവർക്കും പറയാനുണ്ടായിരുന്ന ഒരു പരാതിയായിരുന്നു പ്രോസസ്സർ നല്ലതല്ല എന്ന്. എന്നിട്ടും 2 ലക്ഷം യൂണിറ്റാണ് അവർ 5 മിനിറ്റിനുള്ളിൽ സെയിൽ ചെയ്തത്. അതിനുള്ള പ്രധാന കാരണം ആ പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്ക് ലഭിക്കുന്ന ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു റിയൽമി 2. എന്നാൽ റിയൽമി 2 പ്രോ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സറിനെതിരെ ഒരു പരാതിയും നമുക്ക് പറയാനുണ്ടാവില്ല. ഇവിടെ ശരിക്കും റിയൽമി തങ്ങളുടെ കൺസ്യൂമറുമായി ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് റിയൽമി 2 പ്രോ ലോഞ്ച് ചെയ്യുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 660 പ്രോസസ്സറാണ് റിയൽമി 2 പ്രോയിൽ നമുക്ക് ലഭിക്കുക. ഇത് നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ്. മാത്രമല്ല ഇതൊരു AI പ്രോസസ്സർ കൂടിയാണ്. ഡിസ്പ്ലേ പരിശോധിച്ച് കഴിഞ്ഞാൽ വിവോ V11 പ്രോയിലും അതുപോലെ ഓപ്പോ F9 പ്രോയിലും ഒക്കെ നമ്മൾ കണ്ടതുപോലെയുള്ള വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേയോട് കൂടിയാണ് റിയൽമി 2 പ്രോ വിപണിയിലെത്തുക. ഇതൊരു 6.3 ഇഞ്ച് വലിപ്പമുള്ള ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും. റിയൽമി 1ലും റിയൽമി 2ലും നമ്മൾ ഡയമണ്ട് ഡിസൈൻ ആയിരുന്നു കണ്ടത്. എന്നാൽ വിവോ V11 പ്രോയിലും ഓപ്പോ F9 പ്രോയിലൊക്കെ നമ്മൾ കണ്ടതുപോലെയുള്ള ഗ്ലാസ് ഫിനിഷിലാണ് റിയൽമി 2 പ്രോ എത്തുക. പക്ഷേ ഫ്യൂഷൻ കളറുകളിൽ ഫോൺ നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ല. ചുരുക്കി പറഞ്ഞാൽ ഡിസൈനിൻ്റെ കാര്യത്തിൽ റിയൽമി 2 പ്രോ ഒരു പടി മുൻപിലായിരിക്കും. ക്യാമറ പരിശോധിച്ച് കഴിഞ്ഞാൽ 16+2 MP ഡുവൽ റിയൽ ക്യാമറയോട് കൂടിയാണ് റിയൽമി 2 പ്രോ ലോഞ്ച് ചെയ്യുക. എന്നാൽ സെൽഫി എക്സ്പീരിയൻസിനായി 16 MP സിംഗിൾ ക്യാമറയാണ് ഉണ്ടാവുക. റിയൽമി 2വിലേതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് IDയും ഒക്കെ തന്നെ റിയൽമി 2 പ്രോയിലും ഉണ്ടാകും. 2 വേരിയൻറ്റുകളിലാവും നമുക്ക് റിയൽമി 2 പ്രോ ലഭിക്കുക. 4GB + 64GB വേരിയൻറ്റ്, 6GB + 128GB വേരിയൻറ്റ് എന്നിവയാണവ. പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 4GB + 64GB വേരിയൻറ്റിന് ഏകദേശം 13,990 രൂപയും 6GB + 128GB വേരിയൻറ്റിന് ഏകദേശം 16,990 രൂപയുമാണ് പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ പ്രൈസിൻ്റെ കാര്യം ഇതുവരെയും കൺഫേം അല്ല. കമ്പനിയുടെ CEO ടെക്നിക്കൽ ഗുരുജിയുമായി നടന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് പ്രൈസ് ഏകദേശം 10,000 രൂപ മുതൽ 20,000 രൂപയുടെ ഇടയിലാവും എന്നാണ്. ഫോണിൻ്റെ പ്രൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ രീതിയിലാണ് വരുന്നത് എങ്കിൽ ഷവോമി, ഹോണർ, വിവോ തുടങ്ങിയ വലിയ കമ്പനികൾക്ക് നല്ലൊരു തിരിച്ചടി തന്നെയായിരിക്കും റിയൽമി 2 പ്രോ. റിയൽമി 2 പ്രോ സെപ്റ്റംബർ 27-ാം തീയതി ആണ് ലോഞ്ച് ചെയ്യുന്നത്. അതായത് ഈ മാസം 27 മുതൽ റിയൽമി 2 പ്രോ നമുക്ക് വിപണിയിൽ ലഭിക്കും. റിയൽമി 2 പ്രോയുടെ കൂടുതൽ വിശേഷങ്ങൾ ഫോൺ ലോഞ്ച് ചെയ്ത ശേഷം നമുക്കൊരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് റിയൽമി 2 പ്രോയെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നൽകി കഴിഞ്ഞു. ഇനി ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.